സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. കഴിഞ്ഞ കുറച്ചു ദിവസമായി യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമാണ്, തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഗവർണർക്കെതിരെ ബാനർ ഉയർത്തിയും അതിന് ബാനർ അഴിപ്പിച്ച് ഗവർണറും നഗരത്തിലിറങ്ങിയൊക്കെ ഗവർണറുടെയും SFIയുടെയും ഒക്കെ പ്രതിഷേധം കണ്ടു. സംസ്ഥാന വ്യാപകമായി സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. പക്ഷേ ഇന്നലെയും ഇന്നുമായി കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് KSUവിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായി. നിരവധി പ്രവർത്തകർ പോലീസിൻ്റെ തല്ലുവാങ്ങിയും ഒക്കെ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിൽ മുൻപന്തിയിൽ മാർച്ചിനെ നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ രംഗത്തെത്തിയത് പ്രവർത്തകർക്ക് വലിയ ബലം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിഷാദ്, എപ്പോഴും ഈ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിൽ SFIയുടെ അത്രയും പോരാ KSU എന്ന ഒരു പൊതുവെ ഒരു വിമർശനം ഉയർന്നു വരാറുണ്ട്. അതിനുള്ളൊരു മറുപടിയാണോ ഇന്നലെയും ഇന്നുമായി കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്ന് വെച്ചാൽ തെരുവിൽ ഇറങ്ങിയിട്ടുള്ള പ്രതിഷേധങ്ങൾ കൊണ്ടേ കാര്യമുള്ളൂ. അതിലൂടെയാണ് ആളുകൾ വിലമതിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടോ സംശയം. കാരണം കഴിഞ്ഞ കുറേ അധികം വിവാദങ്ങളുടെ കാലമെടുത്താലും പൊതുവെ പ്രതിപക്ഷം ഒരു വാർത്താ സമ്മേളന യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. എല്ലാ ദിവസവും രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തും, നിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിക്കും, ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനൊന്നും ആ നിലയ്ക്കൊരു ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ആത്മവിമർശനവും പരാതിയൊക്കെ കോൺഗ്രസ്സുകാർക്കും അല്ലെങ്കിൽ ഒരു UDF സിമ്പത്തൈസേഴ്സിനും ഒക്കെ നേരത്തെ തന്നെ ഉണ്ട്. അതിനെ മറികടക്കാൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ് പ്രതിപക്ഷ പ്രവർത്തനം നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടാനും മാർക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമെന്ന് അവർ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി. ആ നിലയ്ക്ക് പ്രതിപക്ഷത്തിന് ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. ഇന്നലത്തെ അവരുടെ സമരം, ഇന്നിപ്പോൾ അവർ DGP ഓഫീസിലേക്ക് നടത്തുന്ന സമരം, വണ്ടിപ്പെരിയാറിൽ ആ പെൺകുഞ്ഞിനെ കൊന്ന കേസിലെ കേസിൽ നിന്ന് ഊരിപ്പോയ സംഭവത്തിനെതിരായിട്ടുള്ള അവരുടെ പ്രതിഷേധം, ഇതെല്ലാം വലിയ പങ്കാളിത്തം കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, വലിയ പേടിച്ചോടിപ്പോവാത്ത, വഴിയിൽ ഉപേക്ഷിക്കാത്ത സമരമായിട്ട് വളരെ ആർജവത്തോടെ ചെയ്യുന്നു. അതിന് കൂടുതൽ യുവാക്കളെ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ നേട്ടത്തിൻ്റെ സമയമാണ്. കാരണം വാർത്താ സമ്മേളനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു VD സതീശനും ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇന്നലെ നേരിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി വന്ന് DCC ഓഫീസിന് മുമ്പിൽ നിന്നു, ധൈര്യമുള്ളവർ വരട്ടെ, DCC ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യട്ടെ എന്ന്. ഞങ്ങളെ കുട്ടികളെ തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ കേഡേഴ്സിനും അവരുടെ അണികൾക്കും അനുഭാവികൾക്കും എല്ലാം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. കാരണം അപ്പുറത്തുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡറും ഒരു സ്ട്രോങ് ആയ ഭരണകക്ഷിയും ഭരണകൂടവുമാണ്. അപ്പോൾ അവരോട് കുറച്ചുകൂടി കടുപ്പത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രതിരോധവും അല്ലെങ്കിൽ എന്താ പറയുന്നത് പൊളിറ്റിക്കൽ അറ്റാക്കും വേണമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് അവരെ സംബന്ധിച്ച് നേട്ടം വേണമെങ്കിൽ അവകാശപ്പെടാൻ കഴിയുന്ന, വിസിബിലിറ്റി അവകാശപ്പെടാൻ കഴിയുന്ന സന്ദർഭമാണ് ഇത്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പുള്ള സാഹചര്യം നമ്മൾ എടുത്തു നോക്കിയാലേ അവിടെ SFI ഗവർണർക്കെതിരെ സമരം ചെയ്യുകയാണ്. അപ്പോൾ SFI ഗവർണർക്കെതിരെ സമരം ചെയ്യുന്ന സാഹചര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കണം. കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടമാണ്. BJPക്കെതിരെ ആരാണ് ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത്? UDF or LDF എന്ന ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്ന ഘട്ടമാണ് എല്ലായ്പ്പോഴത്തെയും പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം. ആ പൊതു തെരഞ്ഞെടുപ്പ് ചർച്ചയാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പലസ്തീൻ വിഷയത്തിൽ പോലും വേഗത്തിൽ സെമിനാറുകളും പ്രതിഷേധ പരിപാടികളൊക്കെ 2 മുന്നണികളും ഒരുക്കം നമ്മൾ കാണുന്നുണ്ട്. അത് ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫ്ലേവർ വരുന്നതിൻ്റെ സൂചനകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നോക്കുമ്പോൾ SFI സർക്കാർ RSSകാരനായ ഒരു ഗവർണറോട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഹിന്ദുത്വവൽക്കരണത്തെ ഞങ്ങൾ തടയും, എന്ത് വില കൊടുത്തും തടയും എന്ന് അസാധാരണമായ സമരമാർഗ്ഗങ്ങളിലേക്ക് പോകും, ഗവർണറുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. അത് സത്യത്തിൽ കോൺഗ്രസിനെ അല്പം ഡിഫൻസിലാക്കിയിരുന്നു. നിങ്ങളുടെ സമരം എവിടെ? നിങ്ങൾ എന്തുകൊണ്ട് ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ചോദിക്കുകയും അവരൊന്ന് പരുങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് ആ മറ്റേ സമരത്തിനോട് കൂടാൻ കഴിയില്ല. ഓൾറെഡി അതിന് ചാമ്പ്യൻഷിപ്പ് ലെഫ്റ്റ് SFI എടുത്തു കഴിഞ്ഞു. അതിൻ്റെ കൂടെ കൂടാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത് വിഷയങ്ങളിൽ നിന്ന്, നവകേരള സദസ്സിലെ വിവാദങ്ങളിൽ നിന്നും അവിടെ DYFIക്കാർ നടത്തുന്ന അതിക്രമങ്ങളിൽ നിന്നൊക്കെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര വോയിസ് അത്ര ലൗഡായില്ല അത്. പക്ഷേ അതിൽ SFIയും സർക്കാരും ലെഫ്റ്റും ഒന്ന് എഡ്ജെടുത്ത് നിൽക്കുകയാണ്. ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് ഇന്നലെയായിട്ട് അവർ സമരം നടത്തുകയും സിനാരിയോ മാറ്റാൻ അവർക്ക് പറ്റി. അത് കക്ഷി രാഷ്ട്രീയത്തിലെ പലതരം തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ എടുക്കണം. സിനാരിയോ അവർക്ക് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ കൊണ്ടുവരുന്നു, അവർ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നു, സമരം ചെയ്യുന്നു. സർക്കാർ ഇന്നലത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെയും അവരുടെ സുഹൃത്തുക്കളുടെയും സമരത്തെ കൈകാര്യം ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശം പോലീസിനുണ്ടായിരുന്നു. കാരണം കൈകാര്യം ചെയ്താൽ അത് വലിയ സീനായി മാറുകയും കാര്യങ്ങൾ മൊത്തം അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ എന്നിട്ട് കൂടി ആ സമരവും അതിനുശേഷം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതിലെല്ലാവരും എൻഗേജ് ചെയ്യുന്ന കാണുകയാണ്. ഇന്നിപ്പോൾ വെറും ഡയലോഗ് സതീശനെ റിയാസ് കളിയാക്കുന്നു. മുഖ്യമന്ത്രി എനിക്ക് ഗുണ്ടകളെ പേടിയില്ല, വരൂ, എനിക്ക് ചരിത്രം നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി. കാരണം അവർ കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക അജണ്ടയിലേക്ക് സർക്കാർ വന്നു.
ഇപ്പോൾ അവർ തമ്മിലായി എന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് പ്രതിപക്ഷം അതിനകത്ത് ഒരു മുന്നേറ്റം എടുത്തോ എന്ന് ചോദിച്ചാൽ അവരുടെ കക്ഷി രാഷ്ട്രീയത്തിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവർ എഡ്ജ് എടുക്കുന്നുണ്ട്. DYFI ആവട്ടെ അതിനെ പറ്റിയ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയണം. ഇന്നിപ്പോൾ വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുകാരിയായ കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്ന കേസിലെ പ്രതി എവിടെയും ചോദിച്ച് വണ്ടിപ്പെരിയാറിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരം, ആ സമരത്തിന് വന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് DYFI. അപ്പോൾ DYFI എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർ ആലോചിക്കേണ്ടതാണ്. കാരണം അതിലെന്താണ് CPM DYFIക്കാരെ രക്ഷിച്ചു എന്നുള്ള ആരോപണമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഒരു കൂട്ടം DYFIക്കാർ കമ്പും വടിയൊക്കെ ആയിട്ട് വഴി കാത്തു നിൽക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഉപരോധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ കൈകാര്യം ചെയ്യാൻ. ആ സമരത്തിൻ്റെ വിഷയം എന്താണ്? പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരമാണോ? പിണറായി വിജയന് കരിങ്കൊടി കാണിക്കുന്ന സമരമാണോ? അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വണ്ടി തടയുന്ന സമരമോ? അല്ല. 6 വയസ്സുകാരിയായ ഒരു കുഞ്ഞിന് നീതി വേണമെന്നുള്ള കേരളത്തിൻ്റെ പൊതു ആവശ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സമരം. ആ സമരം ചെയ്യാൻ പോലും ഈ നാട്ടിൽ പറ്റില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് DYFI ഇറങ്ങിയിരിക്കുകയാണ്. അത് ഇവർക്ക് എൻഗേജ് ചെയ്യാവുന്ന വിഷയമാണ്. DYFI അപ്പോൾ ആ നിലയ്ക്ക് പ്രതിപക്ഷം ചെയ്ത് കൊടുക്കുന്ന സഹായം എടുത്തു പറയേണ്ടതാണ്. എനിവേ ഈ 2-3 ദിവസത്തെ കാര്യം എടുത്താൽ പ്രതിപക്ഷം വിസിബിളാണ് എന്ന് പറയാം. അവർക്ക് ദൃശ്യത വന്നിരിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ എൻഗേജ് ചെയ്യാൻ സർക്കാർ നിർബന്ധിതമാകുന്നു. സോ അവർക്ക് ഈ അവരുടെ സ്പേസ് തിരിച്ചെടുക്കാൻ പറ്റിയ 2 ദിവസമാണിത്. പക്ഷേ സർ, നവകേരള സദസ്സ് കണ്ണൂരിലെത്തിയപ്പോൾ തൊട്ട് തല്ലുവാങ്ങുന്നവരാണ് യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും. പക്ഷേ ആ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തേണ്ടി വന്നു ഈ രീതിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ. അല്പം വൈകിപ്പോയോ കോൺഗ്രസ്? അല്ല, അതിൽ കാണേണ്ട ഒരു കാര്യം, ഇപ്പം നവകേരള സദസ്സ് ഞാൻ മുമ്പിലേക്ക് പറഞ്ഞു, നവകേരള സദസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു എന്താ പറയുക, ഒരു റിയൽ മൊമെൻ്റ് ഒരിക്കലും അതിനകത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്താണ് നടന്നുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം രാവിലെ തലേ ദിവസം പറഞ്ഞ എന്നെ ഇന്നും പറയാം. ശരി, അങ്ങനെ ഒരു നില ഉണ്ടാവില്ല. ശരി, ഇതാണ് പരിപാടി. ഒരു 6 ബോറം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുക. എന്നാലും മാറിക്കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, പിന്നെ വരുന്ന അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നോക്കുക. എന്താണ് 200 അച്ചടക്കമുള്ള കുട്ടികളയക്കണം, പിന്നെ ആ പ്രദേശത്ത് ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല, നവകേരള സദസ്സ് ഗ്യാസ് സ്കൂളിൻ്റെ മതിൽ പൊളിക്കുക, പിന്നെ പിരിവ് വേറെ ഉണ്ട്. ഇന്നലെ ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് രാഷ്ട്രപതി വരുമ്പോഴാണ് ഇത് കേൾക്കാറുള്ളത്. ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല, ഈ ജാതി സംഗതികളാണ് വരുന്നത്. അപ്പോൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ തന്നെ അത് പാളിയിട്ടുണ്ട്. പിന്നെ ഒരു തരത്തിലും ഒരു ആകർഷകമായൊരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു റിയൽ മൊമെൻ്റ് അതൊരിക്കലും ഉണ്ടാക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ ട്രോൾ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ വകുപ്പുകൾ സർക്കാർ തന്നെ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ബോറായി അങ്ങനെ ബോറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിഷാദിനൊക്കെ വിളിക്കുന്നത്. പിന്നെ ഓരോ ദിവസവും ചാനലിൽ നിന്ന് ആളുകൾ വിളിക്കുമായിരുന്നു വണ്ടിയിൽ കയറാനും ഇതാക്കാനൊക്കെ. ബോറായി തുടങ്ങിയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ്. അപ്പോൾ അതിനിടയിലാണ് അപ്പോൾ ഇവരെന്ത് ചെയ്തു, യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നു, ഇത് ഭയങ്കര ഒരു രാജാവിൻ്റെ എഴുന്നള്ളിപ്പ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ അതിനെ പരിഹാസത്തോടു കൂടി എടുത്തു കഴിഞ്ഞു എന്ന് കണ്ടപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് അതിൻ്റെ പ്രതിഷേധവും ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പിന്നെ ഒരിടത്ത് കണ്ടില്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിന് വന്ന കക്ഷിയെ ഇങ്ങേരുടെ ഗൺമാൻ തന്നെ വന്ന് അടിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഇതാണ് ഞാൻ കണ്ടില്ല. ശരി, പത്രസമ്മേളനം നിർത്തി പോകുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വീണ്ടും ആവേശം കൂടിയിട്ടുണ്ട്. ഇത് എന്താണ് നവകേരള സദസ്സ് ബോറായി തുടങ്ങുകയും ആളുകളത് മടുക്കുകയും അതിനോടുള്ള പ്രതിഷേധത്തോട് പ്രകോപനപരമായി DYFIക്കാരും CPM പോലീസും ഒരുപോലെ പെരുമാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊരു സാധ്യതയുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവർ നന്നായിട്ട് അതിലവർ ഷൈൻ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ നവകേരള സദസ്സിനെ കുറിച്ചല്ല ചർച്ച, അതിൽ ഈ പറയുന്ന ഈ എലമെൻറ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിനെതിരായി നടക്കുന്ന പ്രതിഷേധത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. പ്രതിഷേധക്കാരെ പോലീസും DYFIക്കാരും കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എഡ്ജ് നിശ്ചയമായും പ്രതിപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി പ്രതിഷേധ രംഗത്ത് സജീവമായി കോൺഗ്രസും യുവജന സംഘടനകളും ഒക്കെയുണ്ട്. സർക്കാരിനെതിരായ ഈ പ്രതിഷേധം, ഈ ഒരു യുദ്ധം, അത് എത്ര ദിവസം കൂടി പ്രതിപക്ഷത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്.